മുത്താണ് നമ്മുടെ ലാലേട്ടൻ. മലയാളത്തിൻ്റെ അഹങ്കാരം തന്നെയാണ് ലാലേട്ടൻ. മറ്റുള്ള ഭാഷകളിൽ പോയി മലയാള സിനിമയെ വേറെ ലെവലിലേക്ക് എത്തിച്ച നമ്മുടെ സ്വന്തം മോഹൻലാൽ കേരളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. എല്ലാവിധ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, പത്മഭൂഷൺ എന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നു? അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം ഇവിടെ തന്നെയുണ്ട്. 2001 നടൻ മോഹൻലാലിന് പത്മശ്രീ ലഭിക്കുന്നത്. അതായത് കേന്ദ്രത്തിൽ BJP അധികാരത്തിലുള്ള സമയത്ത്. 2019 നടൻ മോഹൻലാലിന് പത്മഭൂഷൺ ലഭിക്കുന്നത്. അതും അധികാരത്തിൽ BJP തന്നെയാണുള്ളത്. ഇവിടെ ഈ രണ്ട് പുരസ്കാരങ്ങളും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. മോഹൻലാൽ എന്ന മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരത്തിൻ്റെ ചില രാഷ്ട്രീയ തീരുമാനങ്ങളും ചില രാഷ്ട്രീയ നീക്കങ്ങളും ഇത് എന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നു? ഒരു ജനാധിപത്യ രാജ്യത്ത് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ ആർക്കും അധികാരമുണ്ടാകുമ്പോൾ മോഹൻലാലിനെ പോലെയുള്ള ഒരു നടന വിസ്മയത്തിൻ്റെ അഭിപ്രായത്തിന് മറു അഭിപ്രായങ്ങൾ കടന്നു വരാനുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങളെ ചോദ്യം ചെയ്യപ്പെടാനുള്ള കാരണം എന്താണ്? അതിനുള്ള വ്യക്തതയാണ് ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. നവംബർ 8 നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ ഒരു തീരുമാനവുമായി രാജ്യത്ത് വന്നു. തീരുമാനം നോട്ട് നിരോധനം. ഇന്ന് ഏതൊരു മനുഷ്യനും ഈ വിഷയമൊന്ന് കേട്ടാൽ ആദ്യം ഒരു ഞെട്ടലുണ്ടാകും, പിന്നീട് ഒരു തെറിവിളിയും നടത്തും. ഈ തീരുമാനത്തിന് പിന്നിലെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള ചില കാര്യങ്ങൾ പൊതുജനം അറിഞ്ഞതോടു കൂടിയാണ് ഈ തെറിവിളി പ്രതികരണം ഓരോ ജനങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നവംബർ 8 വന്ന നോട്ട് നിരോധനത്തിന് വേണ്ടി ബ്ലോഗ് എഴുതിയ നമ്മുടെ സ്വന്തം ലാലേട്ടന് കൊടുത്ത ഒരു അംഗീകാരമായിട്ട് മാത്രമാണ് പത്മഭൂഷണെ ഓരോ മലയാളിയും ഓരോ ഇന്ത്യക്കാരനും കാണുന്നുള്ളത്. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാറിന് ഒത്താശ ചെയ്തു കൊടുത്തതിനുള്ള പ്രതിഫലമായിട്ട് മാത്രമാണ് പത്മഭൂഷണെ ഓരോ മലയാളിക്കും കാണാൻ വേണ്ടി സാധിക്കുക. അതായത് രാജ്യത്തെ ജനങ്ങൾ വലിയ ദുരന്തത്തിലേക്ക് കടന്നു പോകുന്ന സാഹചര്യത്തിൽ പോലും തൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളെ മുൻനിർത്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൊണ്ടുവന്ന തീരുമാനത്തിന് അനുകൂലമായി എഴുതി കഴിഞ്ഞാൽ നേട്ടമുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ വെച്ചായിരിക്കാം കേരളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടൻ നരേന്ദ്രമോദിയെ പുകഴ്ത്തി അന്ന് എഴുതിയത്. അന്ന് സാധാരണക്കാരൻ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ചിട്ടൊന്നും ഇവിടെ മോഹൻലാൽ എന്ന നടന വിസ്മയത്തിന് വിഷയമായിരുന്നില്ല. ആസിഫ ബാനു എന്ന പിഞ്ചുകുട്ടി ക്ഷേത്രത്തിനകത്ത് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ പോലും ബ്ലോഗ് എഴുതാൻ തയ്യാറാവാത്ത മോഹൻലാൽ പല വിഷയങ്ങളിലും ബ്ലോഗ് എഴുതിയത് സംഘപരിവാറിന് അനുകൂലമായിട്ടാണ് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് മോഹൻലാലിന് ലഭിച്ച പത്മഭൂഷൺ പുരസ്കാരത്തെ ഓരോ മലയാളിയും യുക്തിയും ചിന്തയും വ്യക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാധാ മനുഷ്യന് ഈ പത്മഭൂഷണെ എതിർക്കുക എന്നുള്ളത് അവരുടെ കടമയും ബാധ്യതയും തന്നെയാണ്. മോഹൻലാൽ എന്ന പ്രതിഭാശാലിക്ക് കേന്ദ്രം പുരസ്കാരം നൽകിക്കൊള്ളട്ടെ, പക്ഷേ ആ പുരസ്കാരം കേന്ദ്രം അംഗീകാരത്തോടു കൂടി തന്നെ നൽകട്ടെ. പക്ഷേ അത് അംഗീകരിക്കാൻ ഒരിക്കലും മോഹൻലാൽ എന്ന നടനപ്പുറത്ത് യുക്തിയും ചിന്തയുമുള്ള നേരാവണ്ണം മുന്നിലോട്ട് പോകുന്ന ഒരു മനുഷ്യനും സാധിക്കുകയില്ല. സംഘപരിവാറിന് വേണ്ടി കുഴലൂത്ത് പല തവണകളായി നടത്തിയിട്ടുള്ള മോഹൻലാലിൻ്റെ രാഷ്ട്രീയത്തെ വിമർശിക്കുകയല്ല, രാഷ്ട്രീയ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുകയല്ല. 15 ലക്ഷം രൂപ സാധാരണക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് എത്തുമെന്ന് മോദി പറഞ്ഞിട്ടും ഇന്നിതുവരെ എത്തിയിട്ടുമില്ല. അതിനെതിരെ ഒരു ബ്ലോഗ് എഴുതാൻ തയ്യാറാവാത്ത ലാലേട്ടൻ വിമർശനത്തിന് ഇരയാകുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ട്രോളന്മാർ ഇപ്പോൾ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്നത് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായമായിട്ടുള്ളത്. സംഘപരിവാറിന്റെ പല പരിപാടികൾക്കും രഹസ്യ സ്പോൺസറായി നിൽക്കുന്ന മോഹൻലാലിന്റെ കാവ്യ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ കാവ്യ രാഷ്ട്രീയത്തിലെ ചില ക്രമക്കേടുകളെ ചോദ്യം ചെയ്യാൻ ഓരോ ജനതയ്ക്കും അവകാശമുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. പത്മഭൂഷൺ നേടി അഹങ്കാരത്തോടെ മുന്നിലോട്ട് പോകുന്നുണ്ടെങ്കിൽ മഹാനായ മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. നന്മകളോടൊപ്പം നിൽക്കുക, നന്മകൾക്ക് വേണ്ടി ബ്ലോഗ് എഴുതുക,
അതിനെ സ്വീകരിക്കാൻ പൊതുജനം തയ്യാറാകും. പക്ഷേ എഴുതിയ ബ്ലോഗുകളിൽ വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് കാലക്രമേണയാണ് തെളിയിക്കപ്പെടുന്നതെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ബ്ലോഗ് വായിച്ച ഓരോ വായനക്കാരൻ്റെയും കടമയാണ്, ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഓരോ മലയാളിയും എടുത്തെടുത്ത് പറയുന്നത് നിങ്ങളുടെ പത്മഭൂഷൺ പുരസ്കാരത്തിൽ ഒരു കാവ്യമയം ഉണ്ട് എന്നുള്ളത്. ജനാധിപത്യ രാജ്യത്ത് ഒരിക്കൽ കൂടി പറയുന്നു, രാഷ്ട്രീയം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. പക്ഷേ ആ രാഷ്ട്രീയ തീരുമാനങ്ങൾ ജനദ്രോഹ നടപടികൾക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ അതിനെ വിമർശിക്കാനുള്ള അധികാരവും ജനാധിപത്യ രാജ്യത്ത് ഓരോ പൗരനുമുണ്ട്. ബ്ലോഗുകൾ ഇവിടെ പലരും എഴുതാറുണ്ട്. പക്ഷേ ആ ബ്ലോഗ് എഴുത്തുകാർ നരേന്ദ്രമോദിയെ വാഴ്ത്തിയും പുകഴ്ത്തിയും കേന്ദ്രഭരണത്തെ പുകഴ്ത്തിയും എഴുതാത്തത് കൊണ്ടാണ് അവർക്ക് പാവം പത്മഭൂഷൺ ലഭിക്കാതെ പോയത്. പക്ഷേ നടൻ മോഹൻലാൽ മോദിയെ പുകഴ്ത്തിയും കേന്ദ്ര ഭരണത്തെ എടുത്തെടുത്ത് പറയുകയും അവർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയും ചെയ്തതിന് അവർ നൽകിയ ഈ സമ്മാനത്തെ അംഗീകരിക്കാൻ ഒരു മലയാളി എന്ന നിലയിൽ ഞങ്ങൾ ആരും തയ്യാറല്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.